സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും പുതിയ എംഎൽഎമാർ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എംഎൽഎമാരുടെ ചുമതലകളും അവകാശങ്ങളും അറിയാം. ഒപ്പം ഒരു എംഎൽഎക്ക് മാസം എത്ര ശമ്പളം ലഭിക്കുമെന്നും പരിശോധിക്കാം. ഒരു എംഎൽഎയുടെ അടിസ്ഥാന ശമ്പളം 2000 രൂപയാണ്. ഇതിനു പുറമെ മണ്ഡല അലവൻസ്, ഓഫീസ് നടത്തിപ്പ് എന്നിവയ്ക്കായി 25,000, യാത്രാ ചെലവിന് 20,000, ഫോൺ അലവൻസ് 11,000, വിവര അലവൻസ് 4,000, മറ്റു ചിലവുകൾ 8,000 ഇവയുൾപ്പെടെ 70,000 രൂപയാണ് ഒരു മാസം ലഭിക്കുക. നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിന് യാത്രാഭത്തയും ദിനഭത്തയും ലഭിക്കും. ചികിത്സാ സഹായം, വാഹന വായ്പ തുടങ്ങിയ ആനുകൂല്യങ്ങളുമുണ്ട്. സംസ്ഥാനതല പ്രോട്ടോകോളിൽ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് താഴെയും ചീഫ് സെക്രട്ടറിക്ക് മുകളിലുമാണ് എംഎൽഎയുടെ സ്ഥാനം. പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന റാങ്കുള്ള പോലീസ് ഉദ്യോഗസ്ഥനായ DGPക്ക് മുകളിലാണ് എംഎൽഎ. വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് നിയമസഭയിൽ ബില്ലുകൾ അവതരിപ്പിക്കുക, ചർച്ച ചെയ്യുക, നിയമങ്ങൾ നിർമ്മിക്കുക ഇവയിലെല്ലാം പങ്കാളിയാണ് എംഎൽഎ. നിയമസഭാ സമ്മേളനങ്ങളിൽ പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാം. സംസ്ഥാന ട്രഷറിയിൽ നിന്നുള്ള ഏതൊരു ചെലവിനും നിയമസഭയിൽ അംഗങ്ങൾ അനുമതി നൽകണം. സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ നിയന്ത്രിക്കുന്നതിന് നിയമസഭാംഗങ്ങൾക്ക് ചോദ്യോത്തരവേള, പ്രമേയങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്താനാകും. സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ നിയന്ത്രിക്കുന്നതിന് നിയമസഭാംഗങ്ങൾക്ക് ചോദ്യോത്തരവേള, പ്രമേയങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്താനാകും. മണ്ഡല വികസനം, മണ്ഡലത്തിലെ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണൽ, പൊതുജന സമ്പർക്കം തുടങ്ങിയവയെല്ലാം എംഎൽഎമാരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് TCV.